ഹലോ കൂട്ടുകാരെ. അങ്ങനെ മഴത്തോരും മുമ്പേ സീരിയലിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തി ആഗ്രഹിച്ച പോലെ തന്നെ രാജീവ് മേനോൻ്റെ സഹായത്തോടുകൂടി വൈജയന്തിയും ബബിതയും രോഹിത്തും ഹരിയും രാജീവിനൊക്കെ കൂടി നമ്മുടെ അലീനയെ പുറത്താക്കുന്നുണ്ട്. വലിയ വിഷമത്തോടുകൂടി അലീന പോകുന്നതെന്നുണ്ടെങ്കിലും അലീനയുടെ സങ്കടം മുഴുവൻ ആ കുടുംബം തകരുമല്ലോ എന്ന് ആലോചിച്ചിട്ടായിരുന്നു. ഇതെല്ലാം ജനൽ വഴി കണ്ട ബാലേന്ദ്രൻ തൻ്റെ സാധനങ്ങളെല്ലാം പെട്ടിയിലാക്കി ഇറങ്ങുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രൻ പെട്ടിയെടുത്ത് ഇറങ്ങുന്ന കണ്ടിട്ട് കൃഷ്ണമോൾ ഒരുപാട് തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും കേൾക്കാൻ ബാലേന്ദ്രൻ തയ്യാറായിരുന്നില്ല. തൻ്റെ വാക്കിന് വിലയില്ലാത്ത ആ വീട്ടിൽ തനിക്ക് നിൽക്കണ്ടെന്നുള്ള നിലപാടായിരുന്നു ബാലേന്ദ്രന്. ഈ ഒരു അവസ്ഥയിൽ അച്ഛനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കൃഷ്ണമോളും കൂടെ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ കാറിൽ. അങ്ങനെ കാറെടുത്ത് ബാലേന്ദ്രൻ പോകുന്നുണ്ട്, കൂടെ കൃഷ്ണമോളും. വൈജയന്തി ആണെങ്കിൽ ഇത് കണ്ട് ശരിക്കും ഞെട്ടുന്നുണ്ട്. കാരണം ബാലേന്ദ്രനെ അറിയിക്കാതെ അലീനയെ പുറത്താക്കണമെന്നായിരുന്നു വൈജയന്തിക്ക്. അങ്ങനെ വരുമ്പോൾ അലീന ഇറങ്ങിപ്പോയി എന്ന് പറയാലോ. പക്ഷേ അത് നടന്നില്ല. മാത്രമല്ല ബാലേന്ദ്രൻ ഇതെല്ലാം വെറുതെ പറയുന്നതാണെന്ന് വൈജയന്തി വിചാരിച്ചിരുന്നത്. കളി കാര്യമായിരുന്നു വൈജയന്തിക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. ശരിക്കും പറഞ്ഞാൽ വൈജയന്തി തോറ്റുപോയൊരു നിമിഷമായിരുന്നു കേട്ടോ അത്. രാജീവ് മേനോൻ കാറിൻ്റെ ഫ്രണ്ടിലൊക്കെ കയറി ഇന്ന് തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രാജീവ് മേനോനൊക്കെ തട്ടി മാറ്റിയിട്ടാണ് കേട്ടോ ബാലേന്ദ്രൻ പോകുന്നത്. പോകുന്ന വഴിയെല്ലാം അലീനനെ തിരയുന്നുണ്ടായിരുന്നു ബാലേന്ദ്രൻ. കൃഷ്ണമോൾക്കാണെങ്കിൽ ബാലേന്ദ്രൻ്റെ ഓവർ സ്പീഡ് കണ്ട് പേടിയാവുന്നുണ്ട്. അച്ഛൻ വല്ലയിടത്തും കൊണ്ടുപോയി ഇടിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കൃഷ്ണമോൾ. അങ്ങനെ പോകുന്ന വഴിയിൽ ഒരു ബസ് സ്റ്റോപ്പിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അലീനേനെയാണ് കേട്ടോ കാണുന്നത്. അലീനയെ കണ്ടതും ബാലേന്ദ്രൻ വണ്ടി നിർത്തി അലീനോട് കാറിൽ കയറാൻ പറയുന്നുണ്ട്. അലീനയാണെങ്കിൽ കയറാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ബാലേന്ദ്രൻ തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അലീനയുടെ പെട്ടിയും ബാഗെല്ലാം കാറിലേക്ക് കയറ്റി വെച്ച് അലീനനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്തായാലും കടപ്പാട്ടൂർ വീട്ടിലേക്ക് ഇപ്പോൾ തിരിച്ചു പോകണ്ടെന്ന് കരുതി ബാലേന്ദ്രൻ നേരെ പോകുന്നത് ഒരു റിസോർട്ടിലേക്കാണ്. അവിടെ 3 പേർക്കായിട്ട് ഒരു റൂം എടുത്തിട്ടുണ്ട് ബാലേന്ദ്രൻ. അലീനയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ. ബാലേന്ദ്രനാണെങ്കിൽ അലീനനെ ഒരുപാട് ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. കൃഷ്ണമോൾക്കാണെങ്കിലും അലീനനെ പുറത്താക്കാൻ കൂട്ടുന്നതിൽ ഒരു കുറ്റബോധമൊക്കെ ഉണ്ട് കേട്ടോ. അതിനുവേണ്ടി അലീനോട് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാജീവനും ഹരിയും കൂടി കൊല്ലപ്പള്ളി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. കൊല്ലപ്പള്ളിയിലെത്തിയതും കമലയോട് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വിവരങ്ങളൊക്കെ അറിഞ്ഞ് കമല ആകെ അതിശയിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്നാലും ബാലേന്ദ്രൻ ഇങ്ങനെ ഒരു പണി ചെയ്തല്ലോ, ഇതിപ്പോൾ എങ്ങോട്ടാ പോയെന്ന് ആർക്കറിയാം. അപ്പം രാജീവൻ പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചത് ബാലേന്ദ്രൻ നമ്മളെയൊക്കെ വെറുതെ പറഞ്ഞു പേടിപ്പിക്കുന്നതാണെന്നാണ്. പക്ഷേ അയാൾ ഇത്ര സീരിയസ് ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അല്ലെങ്കിൽ ഒരു വേലക്കാരിക്ക് വേണ്ടി ആരെങ്കിലും സ്വന്തം വീട് വിട്ടെറിഞ്ഞു പോവോ? ഇതിപ്പോൾ ആകെ നാണക്കേടായി. ബാലേന്ദ്രന് തിരിച്ചു വരുമോ ഇല്ലയോ ഒന്നും അറിഞ്ഞൂടാ. ഇത് കേട്ട് മനു ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പം മനു ചോദിക്കുന്നുണ്ട്, എന്താ കൊച്ചാ, എന്താ അവിടെ ഉണ്ടായേ? അപ്പം രാജീവൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവിടെ ഉണ്ടാവാൻ ഒന്നും ബാക്കിയില്ല. ഞാനും ഹരിയും ചെന്ന് അലീനനെ അവിടുന്ന് പുറത്താക്കി. പിന്നാലെ ബാലേന്ദ്രൻ ബാഗും സാധനങ്ങളായിട്ട് ഇറങ്ങി. എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിഞ്ഞൂടാ. ബാലേന്ദ്രൻ്റെ കൂടെ കൃഷ്ണമോളും ഉണ്ട്. വൈജിയാണെങ്കിൽ ആകെ വിഷമത്തിലാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടുത്തവും കിട്ടുന്നില്ല. അപ്പം മനു പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ കൊച്ചച്ഛനോട് അവിടെ പോയി അതിക്രമമൊന്നും കാണിക്കരുതെന്ന്. എന്നിട്ടിപ്പോൾ അലീനേനെ പിടിച്ച് പുറത്താക്കിയിരിക്കുന്നു. അതിനാരാ കൊച്ചച്ഛന് അധികാരം തന്നത്? ഒരു പെൺകുട്ടിയെ നടു റോട്ടിലേക്ക് ഇറക്കി വിടാൻ മാത്രം ബുദ്ധിയില്ലാതായിപ്പോയോ കൊച്ചച്ഛന്? ഇപ്പം അലീന എവിടെയുള്ളത്? അവൾക്കെന്തെങ്കിലും പറ്റിയാൽ നിങ്ങളെല്ലാവരും ഉത്തരവാദികളായിരിക്കും, അതോർത്തോ. അതും പറഞ്ഞ് മനു പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അലീനയെ ഇറക്കി വിട്ടു എന്ന് അറിഞ്ഞോടുകൂടി മനുവിന് ആകെ ടെൻഷനായി. എവിടെ ചെന്ന് അന്വേഷിക്കും? എവിടേക്കായിരിക്കും പോയിട്ടുണ്ടാവുക? അതൊക്കെ കേട്ടോ മനുവിൻ്റെ മനസ്സിൽ. അങ്ങനെ മനു ബാലേന്ദ്രനെ ഫോൺ ചെയ്യുന്നുണ്ട്. ബാലേന്ദ്രനാണെങ്കിൽ ആദ്യമൊന്നും ഫോൺ എടുക്കുന്നില്ല കേട്ടോ. മനു ആണെങ്കിൽ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അവസാനം ബാലേന്ദ്രൻ ഫോൺ എടുക്കുന്നുണ്ട്. അങ്കിളെ, നിങ്ങളിത് എവിടെയാ? അലീന എങ്ങോട്ടാ പോയത്? അങ്കിളുടെ കൂടെയുണ്ടോ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അലീനയുടെ കാര്യം ആലോചിച്ച് നീ ടെൻഷൻ അടിക്കണ്ട, അവൾ എൻ്റെ കൂടെയുണ്ട്. ഞാനും അലീനയും കൃഷ്ണമോളും ഇപ്പം സേഫായിട്ടുള്ളൊരു സ്ഥലത്തുണ്ട്. ഇത് കേട്ടപ്പോൾ മനുവിന് സമാധാനമായിട്ടോ. അപ്പം മനു ചോദിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഇത് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? അങ്കിളിപ്പോൾ എവിടെയുള്ളത്? സ്ഥലം പറ, ഞാൻ അങ്ങോട്ട് വരാം. ഇത് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വേണ്ട മനു, ഇപ്പം ആരും ഇങ്ങോട്ട് വരണ്ട. ഞങ്ങളിവിടെ സേഫാണ്, അത് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. എന്തായാലും ഉടനെ ഒന്നും കടപ്പാട്ടൂർ വീട്ടിലേക്ക് ഞാനില്ല.
നിന്റെ ആൻറ്റിയോട് ചെന്ന് പറ സുഖമായിട്ട് കഴിഞ്ഞോളാൻ. ബാലേന്ദ്രൻ ഇല്ലാത്ത വീടാണല്ലോ അവൾക്ക് സന്തോഷം. ഞാൻ വെക്കുക മനു, കൂടുതലൊന്നും എനിക്ക് പറയാനില്ല നിന്നോട്. അങ്ങനെ പറഞ്ഞ് ബാലേന്ദ്രൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അലീന സേഫാന്നറിഞ്ഞതിൽ മനുവിന് സന്തോഷമുണ്ട്. എന്നിരുന്നാലും ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു അറുതി വരുത്തണം. അല്ലെങ്കിൽ ബാലേന്ദ്രൻ്റെ കുടുംബം മാത്രമല്ല, അലീനയുടെ ജീവിതത്തെയും അത് സാരമായി ബാധിക്കുന്നു മനുവിന് മനസ്സിലായി. ഇപ്പോഴുള്ള ഈ വഴക്കുകൾക്കെല്ലാം ഒരു മൂല കാരണമുണ്ടെന്ന് മനുവിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതേക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഗംഗാധര മേനോനെ നേരിട്ട് കണ്ട് സംസാരിച്ചാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് മനുവിന് മനസ്സിലായി. അങ്ങനെ ഗംഗാധര മേനോനെ നേരിട്ട് കാണാൻ മനു തീരുമാനിച്ചു. വീട്ടിൽ ചെന്ന് കമലയോട് എറണാകുളത്തേക്ക് പോവാന്ന് പറഞ്ഞ് മനു നേരെ നീലഗിരിയിലേക്ക് വിട്ടു. മനുവിനെ നേരിൽ കണ്ടതും ഗംഗാധര മേനോൻ ഞെട്ടുന്നുണ്ട്. എന്താ മനു, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ നേരിട്ട് വന്നിരിക്കുന്നു. അപ്പം മനു പറയുന്നുണ്ട്, പ്രശ്നം കുറച്ച് ഗുരുതര വലിശ. എല്ലാം കയ്യിൽ നിന്ന് പോയ മട്ട. സിംഗപ്പൂരിൽ നിന്ന് രാജീവ് കൊച്ചച്ചൻ വന്നിട്ടുണ്ടായിരുന്നു. വൈജാൻറ്റി പറയുന്നതും കേട്ട് ഹരിയും കൂട്ടി കൊച്ചച്ചൻ കടപ്പാട്ടൂരേക്ക് പോയി. എന്നിട്ട് അലീനേനെ പുറത്താക്കി. അതിൻ്റെ പിന്നാലെ ബാലേന്ദ്രൻ ഞങ്ങൾ വീട് വിട്ടിറങ്ങി. ഇതാണിപ്പോൾ അവിടുത്തെ അവസ്ഥ. ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ വലിശന് മാത്രമേ സാധിക്കൂ. എനിക്കറിയാം നമ്മൾ ഈ കാണുന്ന വഴക്കൊന്നല്ല അവരുടെ യഥാർത്ഥ പ്രശ്നം. മറ്റെന്തോ സീരിയസ് ആയിട്ടൊരു പ്രശ്നം അവർക്കിടയിലുണ്ട്. അതെന്താണെന്ന് വലിശൻ അറിയാമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ വലിശനെ കാണാൻ വന്നത്. ഇത് വൈജാൻ്റെയും അങ്കിളിനെയും മാത്രം ബാധിക്കുന്ന കാര്യമല്ല, അലീനയുടെ ജീവിതത്തെ കൂടി ബാധിക്കുന്ന കാര്യമാണ്. അതിനെനിക്കൊരു പരിഹാരം കണ്ടേ പറ്റൂ. വലിശൻ എന്തൊക്കെയോ അറിയാമെന്ന് എനിക്കറിയാം. നമുക്ക് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്തേ പറ്റൂ വലിശ. അപ്പോൾ ഗംഗാധര മേനോൻ മനുവിനോട് പറയുന്നുണ്ട്, മനു, നീ വിചാരിക്കുന്ന പോലെ ചെറുതല്ല ഈ പ്രശ്നം. അത് നിന്നോടെങ്ങനെ പറയണ്ടേന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ സാധിക്കില്ല. അതിന് നിൻ്റെ സഹായം കൂടി വേണം. അപ്പോൾ പിന്നെ നീ ഇതെല്ലാം അറിഞ്ഞേ പറ്റൂ. നിന്നെ വിശ്വസിച്ച് ഞാൻ പറയുക. മറ്റാരോടും നീ പറയരുത്. വൈജയന്തിക്ക് നിങ്ങളൊന്നും അറിയാത്തൊരു പാസ്റ്റ് ഉണ്ട്. ഒരു 10-22 വർഷം മുമ്പത്തെ കാര്യമാണ്. അന്ന് മാലതി 2ാമത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയം സഹായത്തിനായിട്ട് വൈജയന്തിനെ കൂട്ടിക്കൊണ്ട് വന്നത്. ഇവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു പട്ടാളക്കാരനുമായിട്ട് അവൾക്കൊരു അഫെയർ ഉണ്ടായിരുന്നു. ആളൊരു ക്രിസ്ത്യനാണ്. ഞങ്ങൾക്കെല്ലാം ആ ബന്ധത്തോട് എതിർപ്പായിരുന്നു. പക്ഷേ അവൾ വളരെ സ്ട്രോങ് ആയിരുന്നു. അവസാനം ഞങ്ങളെയൊക്കെ വെല്ലുവിളിച്ച് അവൾ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. കുറച്ചു കാലം അവർ ഒരുമിച്ച് താമസിച്ചു. അങ്ങനെ വൈജ പ്രഗ്നൻ്റ് ആയി. അവൾക്ക് ഏകദേശം ഒരു 8 മാസമൊക്കെ ആയപ്പോഴാണ് അവൻ നാട്ടിലേക്ക് പോരുന്നത്. പിന്നീട് അയാൾ തിരിച്ചു വന്നില്ല. വൈജയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ. അങ്ങനെ ഞങ്ങൾ അവളെ പോയി കൂട്ടിക്കൊണ്ടു വന്നു. തിരുവനന്തപുരത്തുള്ള രാവുണ്ണിയമ്മാവൻ്റെ വീട്ടിലാണ് അവൾ താമസിച്ചിരുന്നത്. അവിടെ വെച്ചായിരുന്നു അവളുടെ പ്രസവവും. പ്രസവത്തോടെ കുഞ്ഞു മരിച്ചു എന്ന് ഞങ്ങളൊരു കള്ളം പറഞ്ഞു. അതിനുശേഷമായിരുന്നു ബാലേന്ദ്രനായിട്ടുള്ള വിവാഹം. ഈ വിവരങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഞങ്ങൾ വൈജയന്തിയെ ബാലേന്ദ്രന് വിവാഹം കഴിച്ചു കൊടുത്തത്. പതിയെ പതിയെ അവൾ നോർമൽ ലൈഫിലോട്ട് തിരിച്ചു വന്നു. അന്ന് അവളുടെ ഭാവി മാത്രമേ ഞങ്ങൾ നോക്കിയുള്ളൂ. പക്ഷേ 10-22 വർഷങ്ങൾക്ക് ഇപ്പുറം ബാലേന്ദ്രൻ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞിരിക്കുക. അതെങ്ങനെ അറിഞ്ഞു, എവിടെ നിന്ന് അറിഞ്ഞു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അയാളെല്ലാം അറിഞ്ഞു. ആ അറിഞ്ഞ കാര്യം സ്ഥിരീകരിക്കാനായിട്ട് അയാൾ ഇവിടെ വന്നിരുന്നു. നിനക്ക് ഓർമ്മയില്ലേ ബാലേന്ദ്രനെ കാണാതായ ദിവസം? അയാൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അയാൾക്ക് അറ്റാക്കൊക്കെ വന്നത്. ഇതൊന്നും വൈജയന്തിക്ക് അറിയില്ല. അറിഞ്ഞാൽ അതോടെ അവളെല്ലാം ഉപേക്ഷിച്ചു പോവും. ഇതൊക്കെ കേട്ട് ഒരു ഞെട്ടലോടെയാണ് കേട്ടോ മനു നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടി അങ്കിളിനെ ചതിക്കുകയായിരുന്നില്ലേ? ആൻറ്റിക്ക് ഇങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നിട്ടാണോ അങ്കിളിനോട് ഇങ്ങനെ പെരുമാറിയിരുന്നത്? ആൻറ്റി ഒരിക്കലും സ്നേഹത്തോടുകൂടി അങ്കിളിനോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇത്രയൊക്കെ സത്യങ്ങൾ അറിഞ്ഞിട്ടും ഇപ്പോഴും അങ്കിൾ ആൻറ്റിയോട് വെളിപ്പെടുത്തിയിട്ടില്ല. ആൻറ്റിക്ക് ഒരിക്കലും ആ മനുഷ്യനെ മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ. അപ്പോൾ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. അവളുടെ സാഹചര്യങ്ങളാണ് അവൾ അങ്ങനെയാക്കി തീർത്തത്. നീ ഈ കാണുന്ന വൈജയന്തി ഒന്നും ആയിരുന്നില്ല പണ്ട്. അവൾക്ക് എല്ലാവരോടും സ്നേഹമായിരുന്നു. എല്ലാവരെയും സഹായിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു അവൾ. പക്ഷേ അവളുടെ ആഗ്രഹങ്ങളെല്ലാം തല്ലിക്കെടുത്തിയപ്പോൾ അവൾ ഇങ്ങനെയായി മാറിയതാ. അപ്പം മനു ചോദിക്കുന്നുണ്ട്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ വലിശ? നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ കുഞ്ഞു മരിച്ചു പോയെന്ന് കള്ളം പറഞ്ഞിട്ടാ ആൻറ്റിയെ ബാലേന്ദ്രൻ അങ്കിളിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചതെന്ന്. അപ്പോൾ ആ കുഞ്ഞിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? ഇത് കേൾക്കുമ്പോൾ ഗംഗാധര മേനോൻ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. അത് മനു, അത് പിന്നെ
അപ്പം മനു പറയുന്നുണ്ട്, ഇത്രയൊക്കെ എന്നോട് പറഞ്ഞില്ലേ വലിശ, അതുമാത്രമായിട്ട് എന്തിനാ ഒളിച്ചു വെക്കുന്നേ? ഞാനിത് ആരോടും പറയാൻ പോകുന്നില്ല. അപ്പം ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, കുഞ്ഞ് മരിച്ചു പോയെന്ന് കള്ളം പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവളെ വിവാഹം കഴിപ്പിച്ചത്. എന്നാൽ ആ കുഞ്ഞ് മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനെ ഒരു ഓർഫനേജിൽ ഏൽപ്പിച്ചേക്കായിരുന്നു അച്ഛനും രാമുണ്ണിയമ്മാവനും കൂടി. പിന്നീട് എന്തോ അസുഖം ബാധിച്ച് ആ കുഞ്ഞ് മരിച്ചു പോയെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അത് പക്ഷേ കള്ളമായിരുന്നുവെന്ന് എനിക്ക് ഈ അടുത്താണ് മനസ്സിലായത്. അപ്പം മനു ചോദിക്കുന്നുണ്ട്, എന്നുവെച്ചാൽ ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്നാണോ വലിശൻ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ആ കുട്ടി ഇപ്പം എവിടെയുള്ളത്? അപ്പം ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, ആ കുട്ടി വൈജയുടെ അടുത്ത് തന്നെയുണ്ട്. പക്ഷേ അവളതിനെ തിരിച്ചറിഞ്ഞില്ലെന്നേ ഉള്ളൂ. അത് വേറെ ആരുമല്ല, അലീനയാണ്. ഇത് കേട്ടതും മനുവിന് വിശ്വസിക്കാനാവുന്നില്ല കേട്ടോ. അലീനയോ? വലിയ എന്തായി പറയുന്നത്? അലീനയെ ഞാനും മുത്തശ്ശനും കൂടിയിട്ടല്ലേ മുത്തശ്ശിക്ക് വേണ്ടി ഹോം നേഴ്സായി കൊണ്ടുവരാൻ തീരുമാനിച്ചത്? പിന്നെ അലീന എങ്ങനെയാണ് ആൻറ്റിയുടെ മകളായി വരുന്നത്? അപ്പം ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, ഒന്നും അറിയാത്ത അവളോട് ചെയ്ത തെറ്റിന് വയസ്സാം കാലത്ത് അച്ഛൻ ചെയ്ത ഒരു പ്രായശ്ചിത്തമാണത്. ഹോം നേഴ്സിൻ്റെ വേഷം കെട്ടിച്ച് അവളെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. നിനക്ക് തോന്നുന്നുണ്ടോ മനു, നിന്റെ മുത്തശ്ശൻ എവിടെയോ കിടക്കുന്ന അനാഥ പെൺകുട്ടിക്ക് വേണ്ടി സഹായം ചെയ്യുന്നു? ഒരിക്കലുമില്ല. അങ്ങനെ ഒരാളെയല്ല നിന്റെ മുത്തശ്ശൻ. അവളോട് ചെയ്ത തെറ്റിനുള്ള പ്രായശ്ചിത്തമായിരുന്നു അത്. അപ്പം മനു പറയുന്നുണ്ട്, അതുകൊണ്ടായിരിക്കുമല്ലേ മുത്തശ്ശൻ എന്നോട് അന്ന് അലീനയെ ദത്തെടുക്കുന്ന കാര്യം പറഞ്ഞത്? ഇത് കേൾക്കുമ്പോൾ ഗംഗാധരമേനോൻ ചോദിക്കുന്നുണ്ട്, അച്ഛൻ അങ്ങനെ പറഞ്ഞിരുന്നോ നിന്നോട്? ഇനി സംശയമൊന്നും വേണ്ട, ആ കുട്ടി അലീന തന്നെയാണ്. എനിക്കത് അവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് തോന്നുന്നു ബാലേന്ദ്രനും ഈ സത്യം അറിയാമെന്ന്. അതുകൊണ്ടാണ് അയാൾ അലീനയെ വിടാതെ പിടിച്ചിരിക്കുന്നത്. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. വൈജയന്തി അടങ്ങിയില്ലെങ്കിൽ അവളുടെ കുടുംബം തകരും. ബാലേന്ദ്രൻ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാൻ പാകത്തിലുള്ള ഒരു അഗ്നിപർവ്വതം പോലെയാണ് നിൽക്കുന്നത്. അയാളൊന്ന് പൊട്ടിത്തെറിച്ചാൽ അതോടെ തീരും വൈജയന്തിയുടെ ജീവിതം. അലീന അവളുടെ മകളാണെന്നും കൂടി അറിഞ്ഞാൽ അവൾ ഞങ്ങളെല്ലാവരെയും വെറുക്കും. ചിലപ്പോൾ അവളുടെ മാനസിക നില തന്നെ തെറ്റിപ്പോവും അലീനയോട് ചെയ്ത ക്രൂരതകൾ ഓർത്ത്. അപ്പം മനു പറയുന്നുണ്ട്, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ കൈവിട്ടാലും അലീനയ്ക്ക് കൂട്ടായിട്ട് ഞാനുണ്ടാവും. അപ്പോൾ ഇത്രയാണ് കേട്ടോ വരാൻ പോകുന്ന എപ്പിസോഡ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്